വളാഞ്ചേരി വട്ടപ്പാറയിൽ പുൽക്കാടുകൾക്ക് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. തിരൂരിൽ നിന്ന് ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അതേസമയം പ്രദേശത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. വട്ടപ്പാറയിൽ പുൽക്കാടുകൾക്ക് തീപിടിച്ചു. ഏക്കർ കണക്കിന് സ്ഥലത്തെ പുൽക്കാടുകൾക്കാണ് തീപിടിച്ചത്. 33-ാം ഡിവിഷൻ തടത്തിൽ പറമ്പിൽ അൽ അമീൻ ട്രസ്റ്റിന്റെ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. നിർദ്ദിഷ്ട ഫയർ സ്റ്റേഷന് ഭൂമിക്ക് സമീപത്താണ് വൻതോതിൽ അഗ്നിബാധയുണ്ടായത്. മണിക്കൂറുകളോളം ശ്രമം നടത്തിയതിനു ശേഷമാണ് തീ അണക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസവും സമീപപ്രദേശത്ത് പുൽക്കാടുകൾക്ക് തീപിടിച്ചിരുന്നു. പ്രദേശത്ത് തീ പടർന്നാൽ തിരൂരിൽ നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും ഫയർഫോഴ്സിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഫയർ സ്റ്റേഷനായി ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും തുടർ നടപടിയാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നമുക്കറിയാം, ഇവിടെ തൊട്ടടുത്താണ് ഇന്ന് കത്തിയതിന്റെ തൊട്ടടുത്താണ് ഫയർ സ്റ്റേഷനുള്ള സ്ഥലം നിൽക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ഭരണാനുമതി ലഭിച്ചതാണ്. എല്ലാ അർത്ഥത്തിലും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത്. പക്ഷെ നാളിതുവരെ അതിന്റെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഒരു ഫയൽ പോലും നീങ്ങിയിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഖേദകരമായ അവസ്ഥയാണ്. തിരൂരിൽ നിന്നുള്ള അഗ്നിശമന സേനയും സിവിൽ ഡിഫൻസ് നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്.